ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എണീച്ച് വന്ന് പല്ലി ചിക്കനിലോട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതേ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഓരോ കുറുനരികൾ ഇവിടെയും അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇന്നലെ നമ്മൾ എന്താ പറയുക, ഈ കോളൊന്നും എപ്പോഴും ഡിസ്ട്രാക്ഷനായിട്ട് ഇൻട്രോ എടുക്കുന്ന സമയത്ത്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറയണേക്കാട്ടും മുന്നേ എന്താ പറയണേന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഫോൺ വന്നപ്പോൾ അയ്യോ ഫുൾ ഡിസ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ ഇന്നലെ നമ്മൾ ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടാകും. ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, രാവിലത്തെ ഒന്നും ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് ഇൻട്രോയില് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാട്ടി തരാമെന്ന് വെച്ചിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റി. അപ്പൊ ഇത് ഇവിടെ രണ്ടെണ്ണത്തിനൊക്കെ കാട്ടിത്തരാട്ട് ഇവരെ കളിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ പരിപാടികൾ. ഇതേ രാവിലെ ഇതൊക്കെയാണ്. രണ്ടുപേരും നേരത്തെ എണീച്ചിട്ട് അവരെ വണ്ടും ഇവരെ വണ്ടും ഇതേ അവിടെ തോണ്ടലും ഇവിടെ തോണ്ടലും ഒക്കെ ആയിട്ടാട്ടോ പരിപാടി. രണ്ടുപേരും ടീമായിട്ട് നിൽക്കണേ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്താ പറയാ, വീട്ടിലത്തെ കുറച്ച് അമ്മ നട്ടിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ട ലൂബിക്കൊക്കെ വീണെടുക്കണുണ്ടോ, നല്ല ചുവന്ന് തുടുത്തിട്ടുള്ള ലൂബിക്ക കേട്ടോ. ഇതാട്ടോ അമ്മയുടെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ചെടികൾ ഇത് അമ്മയ്ക്ക് ഇങ്ങനെ ഇഷ്ടമായിട്ട്. ഇതിനും കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ദുബായിക്ക് പോയപ്പോൾ കുറേ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇതിന് ഞങ്ങളിവിടെ 4 മണിന്നും 10 മണിന്നും ഒക്കെ വിളിക്കും കേട്ടോ ആ പൂവിനെ. പിന്നെ ഇവിടെ നല്ല മറ്റേ ചാമ്പ ഉണ്ടല്ലോ, എന്ത് ചാമ്പാന്നാ പറയാ, വെള്ള കളറിൽ ഇത്രയും വലിപ്പമുള്ള നല്ല അമ്മ എന്ത് പനിനീർ ചാമ്പ കേട്ടോ. ഇവിടെ വലിയ വെള്ള കളറിലെ പനിനീർ ചാമ്പ അത് പൂട്ടിട്ടുണ്ട്. ഭാഗ്യമുണ്ട് തിന്നാൻ, യോഗ ഉണ്ട് നല്ല തിന്നാറ് കിട്ടും തോന്നണു. പിന്നെ അത് നിറച്ച് ലൂബിക്കുണ്ടായിരുന്നു. ആ ഭാഗത്ത് സത്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ചാമ്പ തന്നെയായിരുന്നു, ഒരു റോസ് കളറിലെ ചാമ്പ. പിന്നെ അത് ഭയങ്കര ഓവറായിട്ട് കായിട്ടിട്ട് ഭയങ്കര ഇവിടെ ഫുള്ള് ഇതായിട്ട് അതൊക്കെ കളഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മുടെ ചക്ക കണ്ടില്ലേ നിങ്ങളിത്, ഇവിടെ ഫുള്ള് കുഞ്ഞ് 1.5 വർഷമായിട്ടുള്ള കേട്ടോ ഈ പ്ലാവ് വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് കുനുകുനാന്ന് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു സന്തോഷമാണ്, തിന്നാൻ ഇപ്പൊ കിട്ടിയില്ലെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. നിറച്ചിങ്ങനെ കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇതുപോലെ വേറെ എന്തെങ്കിലും, ഇതിപ്പോൾ ഇത്തിരി സ്ഥലമുള്ളതുകൊണ്ട് ഓരോന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ റംബൂട്ടാനാണ് രണ്ടും വെച്ചേക്കണേ. ഇനി ഇതിന്റെ കാത്തിരിപ്പാണ്, ഇത് എന്നാണ് പൂക്കുന്നത് നോക്കിയിട്ട്. പിന്നെ ഇത് അവിടെ അമ്മയുടെ പല ടൈപ്പിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളും അതൊക്കെ ആട്ടോ. അപ്പൊ ഇത് അമ്മ അവിടെ വെച്ചേക്കണേ. ഇത് നമുക്ക് അവിടെ കാണാം കേട്ടോ. ഇത് അമ്മ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ പേര് അറിയാവുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കറിയാതിന്റെ പേര്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ലൂബിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ തല്ലും മഴക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ചെടി ഉണ്ടല്ലോ, പൊന്നു ബാബി, അമ്മച്ചൊരു ഉമ്മ തന്നെ. അമ്മച്ചിയോട് ഉമ്മ ചോദിച്ചിട്ട് ഉമ്മയൊന്നും തരാണ്ട് അവൻ ജാടിട്ട് പോവാട്ടോ. അപ്പോൾ ദേ ഈ ഒരു ടൈപ്പ് പൂവാട്ടോ ഇവിടെ നിറച്ചുണ്ടാകണേ. നല്ല രസമാട്ടോ ഇത്. സത്യം പറയുകയാണെങ്കിൽ ആദ്യം വൈറ്റ് കളറാവും, പിന്നെ ഈ കളറാവും, പിന്നെ ഈ കളറാവും, അങ്ങനെ കളർ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉള്ളൊരു പൂവാട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. നിൽക്കണ കാണുമ്പോൾ നമുക്ക് നല്ല രസമാട്ടോ. പിന്നെ അവിടെ മതി എന്തൊക്കെയോ 10 മണി എന്തൊക്കെയോ വെച്ചു. രാവു പൊന്നു അടി വേണോ. ഇതാണ് കണ്ണ് തെറ്റിയ ഇവരുടെ പരിപാടികൾ, വെള്ളത്തിൽ കളിക്കല് അല്ലേ? ഇതല്ലേ നിങ്ങളുടെ പരിപാടി? കുറുമ്പ് കാട്ടി നടക്കണത് എന്താ പറയണേ പൊണ്ണോ? പിന്നെ ഇത് റിബൺ പ്ലാന്റ്സ് ആട്ടോ. ഇതിങ്ങനെ ഇവിടെ നിറച്ചിങ്ങനെ റിബൺ പ്ലാന്റ്സും. പിന്നെ ഇതിന്റെ പ്ലാന്റിന്റെ സത്യം പറയണെങ്കിൽ എൻ്റെ പേരറിയില്ല. പിന്നെ ഇത് റെഡ് ലിപ്സ്റ്റിക് ആണെന്ന് അറിയാം കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞ വലിയ പ്ലാന്റ് ലവറോ എന്താ പ്ലാന്റ് ലവറോ ഒന്നല്ല, പക്ഷെ ഇങ്ങനെ വല്ലവരും വെച്ചേക്കണം നല്ല ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ പ്ലാന്റ്സിന് ഇങ്ങനെ പൂവിട്ട പ്ലാന്റ്സ് അതുപോലെ അലച്ചെടികൾ കാട്ടൊക്കെ ഇഷ്ടം. എനിക്കിങ്ങനെ കായ്കളുള്ള അതായത് ചാമ്പയ്ക്ക, മാങ്ങ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അപ്പൊ ഇത് ഇവിടെ അമ്മ ഇത് എന്ത് പ്ലാന്റ് അമ്മ? ഇത് മണി പ്ലാന്റാ? ഇത് ലക്കി ബാമ്പു കേട്ടോ. അപ്പൊ ഇത് നിറച്ച്. പിന്നെ ഇത് വേറെ എന്തോ ഒരു ടൈപ്പ്. ഇത് ലക്കി ബാമ്പു അല്ല എന്തായാലും.
പിന്നെ കണ്ടോ ഇതൊക്കെയാണ് അമ്മയുടെ പ്ലാന്റ്സ്. അപ്പൊ അങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്ത് പോട്ടോ, ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ പൊണ്ണുബാബി ഉണ്ട് കേട്ടോ, അതേ ഫസ്റ്റ് തന്നെ അവൻ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോണേ. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ കിടന്നോടത്തുനിന്ന് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തളർച്ച പോലും തല കറങ്ങണ പോലെയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ആയതുകൊണ്ട് അപ്പോൾ തന്നെ ഇവന് വെച്ചുകൊണ്ട് നിൽക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറും കാണണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവൾ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അവളാണ് വേഗം ടോക്കൺ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വേറെ ഡോക്ടറായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ ഈ ഡോക്ടറാണ് ബെസ്റ്റ് എന്ന്, ഗൈനക്കോളജിയിൽ ഇതാണ് ബെസ്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റി. അപ്പോൾ അവളാണെങ്കിൽ വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഡോക്ടറിനെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളുടെ BP ഒക്കെ അവിടെ പോയി ചെക്ക് ചെയ്യും, പിന്നെ നമ്മുടെ ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊണ്ണുബാബി ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിൽ കുറേ തുള്ളിച്ചാടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ കാണുന്നവരെല്ലാവരും പറയുന്നത് എന്നെ കണ്ടാൽ പ്രഗ്നൻ്റ് ആണെന്ന് തീരെ തോന്നില്ല എന്നാട്ടോ പറയണേ. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഉൾവയറാണ് കേട്ടോ നല്ല രീതിയിൽ. അങ്ങനെ എന്നെ കണ്ടാൽ പെട്ടെന്ന് ഞാൻ 6 മാസമായിരുന്നൊന്നും കണ്ടപ്പോൾ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഹൈറ്റും നമ്മളെടുത്തു, പിന്നെ വെയിറ്റും BP അതൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ പൊണ്ണുബാബി ആണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മാമ്മയുടെ അടുത്ത് പോകണം, അമ്മാമ്മയുടെ അടുത്ത് പോകുമ്പോൾ അച്ചാച്ചൻ്റെ അടുത്ത് പോകണം. അവിടെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ പൊണ്ണുവിൻ്റെ. ബാക്കിയുള്ള വേഷം കെട്ടുകളൊക്കെ നമുക്ക് പയ്യെ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ വഴിയേ. പിന്നെ ഞങ്ങൾ രാവിലെ ഞാനൊരു പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമുക്ക് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് വരണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നാളായി പൊറോട്ട കഴിച്ചിട്ട് കേട്ടോ. ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമാണ് കഴിക്കാറ് കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊറോട്ട കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറി ആട്ടോ കഴിച്ച്. അധികമൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഒരു 2 പൊറോട്ട തന്നെ കഴിക്കാൻ പറഞ്ഞ എന്തോ ഭയങ്കര പാടുള്ള പണിയാട്ടോ. ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ച് തീർക്കാൻ നോക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ പൊണ്ണുബാവിയുടെ അവിടെ മെയിൻ കാര്യം. അമ്മ ഇവിടെ ഇരിക്കും, അച്ഛൻ ആണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണെങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ടോടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും. അവന് ഇതൊക്കെയായിരുന്നു കേട്ടോ സന്തോഷം. നമ്മുടെ ദുബായിൽ പ്ലേ ഏരിയയിൽ കളിക്കണ പോലെ അവൻ്റെ വിചാരം ഇത് പ്ലേ ഏരിയ ആണെന്ന് ചോദിച്ചിട്ട് അവിടെ തുള്ളലും ചാടലും പിന്നെ ഓരോ അമ്മാമ്മമാരും അവിടെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് ഓടി പോയി കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ കുഞ്ഞ് പിള്ളേരൊക്കെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കൊഞ്ചി നിൽക്കണ കാണുമ്പോഴേ. അപ്പോൾ ഇതാണ് പൊണ്ണുബാവിയുടെ അവിടെ അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പിടിക്കും, പിന്നെ ഇങ്ങോട്ട് വരും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കാർട്ടൂണൊക്കെ കാട്ടി കൊടുത്ത് ഇരുത്തി. എന്നാലും ഇതന്നെയായിരുന്നു കുറേ നേരം. പിന്നെ തലയൊക്കെ വേർത്തൊരു ഇതായിട്ടോ. അപ്പോഴേക്കും പിന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പാല് കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ പാലും ഇടിച്ചു കൊടുത്ത് ബണ്ണൊക്കെ കഴിച്ച് കൊണ്ടുപോകാമായിരുന്നു. അവസാനം ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കാനിങ് ചെയ്തിട്ട് ഇരിക്കണ ഒരു ഇതാണ്. എൻ്റെ അമ്മ എന്തോരം ടൈം എടുത്തെന്ന് വെച്ചാൽ ആലോചിക്കും. ഒരു ദിവസം നമ്മളെ പോയ പോലെ കേട്ടോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ആണെങ്കിൽ സ്കാനിങ് എടുത്തതിന് ശേഷമുള്ള എൻ്റെ കോലാണ് ഇതിരിക്കണേ. എൻ്റെ അമ്മ വയ്യാണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തല വെട്ടിപ്പൊളിയുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അവർ പറഞ്ഞ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ കുറേ പേഷ്യൻസ് ഉള്ള ഡോക്ടറാട്ടോ. കുറേ പേഷ്യൻസ് ഉണ്ട് ഡോക്ടറിന്. അപ്പോൾ സ്കാനിങ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് കാട്ടി കൊടുത്ത് ഡോക്ടറെ കണ്ടിട്ട് കൈയോടെ പോരാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പൊണ്ണുബാവി നല്ല ഉറക്കായി, അച്ഛനും ഉറക്കായി, ക്ഷീണമായിട്ടോ എല്ലാവർക്കും. നേരത്തെ എണീച്ച് പോരലും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊണ്ണപ്പോൾ ഇതേ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വന്നു. ഇത് ചുടുക്കിയിട്ടുണ്ട്, കവിളൊക്കെ ചോന്നിട്ട് എൻ്റെ കോലം നോക്കി. അവിടെ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. ബട്ട് നല്ല ഡോക്ടറാണ്, അടിപൊളി ഡോക്ടറാണ് അമ്മ പറയണേ. എനിക്കും കണ്ടിട്ട് തോന്നിട്ടോ. അത് അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് അമ്മ കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇരിക്കുക. വീഡിയോസ് ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകണം എന്തോ ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വിട്ടേക്കാറ്. ഞാൻ കാട്ടിത്തരാട്ടെ എന്തൊക്കെയാന്ന്.
അപ്പൊ ഇത് ചുക്കിയിട്ട് നമ്മുടെ പൊണ്ണുബാബി 2 കവളും ചോന്നിട്ട് ഇവിടെ ഇരിക്കണ്ട. ഞാൻ ഉമ്മ വെച്ചിട്ടൊന്നല്ല കേട്ടോ ചുക്കി പൊണ്ണു ചെയ്യണേ. എന്തായിരുന്നു പൊണ്ണു അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട്? എന്തായിരുന്നു നീ അവിടെ കാട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരോട്? എന്തൊക്കെ നീ ചെയ്തു? അച്ഛന്റെ പേഴ്സ് കാണാലോണ്ട് കിട്ടിട്ടോ. പൊണ്ണു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായിരുന്നു നീ ചെയ്തവരോട് പറ പറ. ഇതിലാലോചിക്കണം. പറ 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 പറ. അവിടെ എൻ്റെ അമ്മോ തുള്ളലും, അവന്റെ വിചാരം അത് പ്ലേരിയാന്ന് വിചാരിച്ചിട്ട് ഓടലും തുള്ളലും. അവിടെ കുറെ അമ്മാമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. എല്ലാവർക്കും പിന്നെ ഇവൻ ഫേവറേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എന്താ വെച്ചാൽ അത് പറഞ്ഞു കൊടുത്തേ. ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് അവൻ ചെയ്തേ അച്ഛൻ പറഞ്ഞില്ലേ? ഡോക്ടറുടെ റൂമിൽ പോയിട്ട് വിളിച്ചിരുന്നു. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഒളിച്ചു നിന്നിട്ട് ഡോക്ടർ എന്തൊക്കെ ചോദിച്ചു അല്ലേ, ഇവനോട് എന്തൊക്കെയോ വിശേഷമൊക്കെ ചോദിച്ചു. അങ്ങനെ ഓരോ വകയാണ് പൊണ്ണു ബാബിയുടെ കുറുമ്പും കാര്യങ്ങളും. ഇനി കൊറേ വീഡിയോസ് ഒക്കെ ചെയ്യാണ്ട് ടൈം കിട്ടണില്ല, ഭയങ്കര തിരക്കാട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുട്ടോ മല മറക്കണ പണിയാണോന്ന്. അതൊന്നല്ല. വീട്ടിലിപ്പോ ചേട്ടന്റെ വൈഫും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരും ഉണ്ട്, ഇവരും ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുമാത്രല്ല നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അച്ഛനമ്മയ്ക്ക് പിന്നെ പറയണ്ട, അവർക്കും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ ഇത്തിരി ഡിലേ വരണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സെറ്റായിട്ട് ഇനി നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് ഒരാൾ മുന്നേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോസ് ചെയ്യൂ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരു അച്ഛൻ വെക്കണ സ്പെഷ്യൽ കറിയും ഇടാന്ന് ചോദിക്കണു. പിന്നെ ഞങ്ങൾ ഇളയമ്മയുടെ അടുത്തേക്ക് ഒരു ദിവസം പോകണ്ട, ഇളയമ്മ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഔട്ട്ഡോർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സാധിക്കുമെന്ന് അറിയില്ല, സാധിക്കട്ടെ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ചെറിയ അങ്ങനെ ഞാനും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, പുറത്തൊന്നും പോയിട്ട് അങ്ങനെ കുക്കിംഗ് ഒന്നും എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് കാട്ടാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഉച്ച 3 മണി രാവിലെ പോയതാണ്, 10 മണിക്ക് പോയിട്ട് ഇപ്പോഴാണ് ഇപ്പൊ എത്ര മണി വെച്ച ഫോണിൽ 3:45 വീട്ടിലെത്തുമ്പോൾ 4 മണി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം പകുതിയെ പോയി. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. എനിക്ക് അറിയില്ല, ടൈം കിട്ടുകയാണെങ്കിൽ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താണ് മേക്കപ്പിൻ്റെ മേലെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യണതെന്നൊക്കെ കാട്ടിയിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ അതും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ നിങ്ങൾക്ക് ആ സാരി ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ കോട്ട് സെറ്റ് ഫാൻസ് ആയിട്ടാണ് വന്നേക്കണത്. കുറേ പേര് കോട്ട് സെറ്റ് കുറേ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും. പിന്നെ സാരി ഇഷ്ടമാണ്, അപ്പോൾ സാരിയിടും ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ കുറെ ടൈം കിട്ടണ സമയത്ത് അവിടെ എന്നിട്ട് വീഡിയോ എടുക്കാൻ. പക്ഷെ അവിടെ എന്തോ പാട്ടും ഇതൊക്കെ ആയിട്ട് പിന്നെ പറ്റണമെന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളായിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോക്കണൊക്കെ എടുക്കാൻ. പിന്നെ ദേ അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ദേ അമ്മ എനിക്ക് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാം. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി ഭയങ്കര ക്ഷീണമായിട്ടോ. പിന്നെ അങ്ങനെ തന്നെ വന്ന് കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊണ്ണു അച്ചാച്ചൻ്റെ ഒപ്പം പുറത്ത് പോയിട്ടോ. അപ്പോൾ കാറിലാണെങ്കിലും 2 വീലറിലാണെങ്കിൽ അച്ചാച്ചൻ്റെ ഒപ്പം ഒറ്റയ്ക്കൊക്കെ പൊക്കോളും. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ അതേ എണീച്ചിപ്പോൾ വന്നോളൂ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്താ പിന്നെ ഇവിടെ നല്ല ചൂടും കൂടുതലല്ലോ, ക്ലൈമറ്റും ഭയങ്കര ഇതാലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷൂട്ടൊന്നും എടുക്കാനേ പറ്റില്ല, ആലോചിക്കാനും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ എങ്ങനെ ഇടാണെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഓരോ വിശേഷവും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ പൊണ്ണുബാബി വരും കേട്ടോ. അപ്പോൾ ഞാൻ പൊണ്ണുബാബിനെ കാട്ടിത്തരാം. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി ഭയങ്കര ക്ഷീണമായിട്ടോ. പിന്നെ അങ്ങനെ തന്നെ വന്ന് കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊണ്ണു അച്ചാച്ചൻ്റെ ഒപ്പം പുറത്ത് പോയിട്ടോ. അപ്പോൾ കാറിലാണെങ്കിലും 2 വീലറിലാണെങ്കിൽ അച്ചാച്ചൻ്റെ ഒപ്പം ഒറ്റയ്ക്കൊക്കെ പൊക്കോളും. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ അതേ എണീച്ചിപ്പോൾ വന്നോളൂ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്താ പിന്നെ ഇവിടെ നല്ല ചൂടും കൂടുതലല്ലോ, ക്ലൈമറ്റും ഭയങ്കര ഇതാലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷൂട്ടൊന്നും എടുക്കാനേ പറ്റില്ല, ആലോചിക്കാനും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നാളെ എങ്ങനെ ഇടാണെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഓരോ വിശേഷവും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ പൊണ്ണുബാബി വരും കേട്ടോ. അപ്പോൾ ഞാൻ പൊണ്ണുബാബിനെ കാട്ടിത്തരാം. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാട്ടൊരു സ്ഥലം വരെ നമ്മുടെ പൊണ്ണുബാബിനും പിന്നെ രാവും അവിടെ കളിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകാം. അവരുടെ പ്ലേ ഏരിയ എവിടെ തുത്തരാക്ഷി ഇതൊക്കെയാണ് ഇവിടെ ഇവരുടെ കലാപരിപാടി. ഞാൻ വിചാരിച്ചു ഇവര് നല്ല സ്വഭാവമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ വന്നത്. ഇതാണ് രണ്ടെണ്ണത്തിൻ്റെയും ഓരോ വക വേഷം കെട്ടുകള്. പൊണ്ണു അപ്പൊ ഇതൊക്കെ ആയിട്ട് ഇവരെ വേഷം കെട്ടു കാര്യങ്ങളും. കുറച്ച് നേരത്തെ മുന്നേ വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല, അത്ര അധികം ഓരോ വേഷം കെട്ടുകളായിരുന്നു കേട്ടോ. ഇപ്പൊ പ്രാതം പോലെ പേടിച്ച് ചെലങ്കി തോന്നാണ് അവന് ശാന്തി കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് പ്രാതം പോലെ അതിൽ കൂടെ വന്നതാ പിള്ളേരെ നോക്കാണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ. അപ്പൊ വീട്ടിലെത്തിയിട്ട് ഞാൻ പൊണ്ണുവിന്റെ വേഷം കെട്ടും രാവുവിന്റെ വേഷം കെട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും പൊണ്ണു വിട്ടിരിക്കാം കേട്ടോ. പൊൺബിയൊക്കെ ഇരിക്കുകയാണ്. ഞാനപ്പോൾ മുഖത്തൊരു ഫേസ് പാക്കൊക്കെ ഇട്ടു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 3 നേരമൊക്കെ ആയിട്ട് കുളിക്കണം, അത്രയ്ക്കും ചൂടാണ്, അൺസഹിക്കബിൾ ചൂടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയർ കെയർ ഒക്കെ ചെയ്ത് ഫേസ് പാക്കൊക്കെ ഇട്ട് ഇത്രയും ഫ്രീ ആയിട്ട് ടൈം കിട്ടിട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ റോസ്മേരി വാട്ടർ ആട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അടിപൊളിയാട്ടോ. ഹെയറിന് നല്ല, എനിക്കാണെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഈ ഭാഗം പെട്ട പോലെയിട്ട് ഒരു ഹെയർ ഈ ഭാഗത്ത് ഫുള്ള് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നോർമലായത് ഇതൊക്കെ തേച്ചിട്ടാട്ടോ. അപ്പോൾ ഇപ്പം ഉണ്ട് അത്യാവശ്യം. ഞാൻ ഇത്രയും വെച്ച് കട്ട് ചെയ്തായിരുന്നു, വീണ്ടും വളർന്നിട്ടുണ്ട്. ചില സമയത്ത് വിചാരിക്കും നന്നായി ഷോർട്ട് ഹെയർ വെട്ടിയാലോ എന്നല്ല പൊണ്ണു ബാബി. പിന്നെ വിചാരിക്കും ലോങ് ഹെയറാണ് സത്യത്തിൽ ഭംഗി. പക്ഷെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ഷോർട്ട് ഹെയർ ആയിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ പൊണ്ണു ബാബി ഉണ്ട് കമ്പനിക്ക് കൂട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തൊന്ന് നീ പൊണ്ണു കാട്ടണം നോക്ക്. അവൻ തലയിൽ അവനാണ് ഞാൻ എന്ത് ചെയ്യണേ അതുപോലെ. ഇന്ന് എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തോന്നിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവുണ്ണി അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. അപ്പോൾ പൊണ്ണും അവിടെ നിന്ന് നിശാന്റിയുടെ അടുത്തുനിന്ന് ഓടി. അമ്മ അവനെ വിളിച്ച് കൊണ്ടുപോയി പൊണ്ണുവിനെ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ എണീച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പൊണ്ണുബാബിയാണ് ഒറ്റ ഓട്ടത്തിന് എൻ്റെ അടുത്ത് വന്നേക്കുക. അപ്പം ഞാൻ വെച്ച് വണ്ടി എടുക്കാൻ വന്നതാണ് അവൻ്റെ ടോയ്. ഒറ്റയടിക്ക് വന്നിട്ട് എന്നെ കുറേ ചീത്ത വിളിച്ചിട്ട് നീ എന്താ വരാണ്ടിരുന്നേ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് അങ്ങോട്ട് വാന്നൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട് എന്നെ കുറേ കലിപ്പായിട്ട് എൻ്റെ പൊണ്ണുബാബി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു. പൊണ്ണുബാബി സ്വത്താണ്, സ്വത്ത്. ഇതാണ് എൻ്റെയും പൊണ്ണുബാബിയുടെ ഓരോ വിശേഷം കാര്യങ്ങളൊക്കെ. ഇനി രാത്രി ഫുഡ് കഴിക്കും. പിന്നെ പൊണ്ണുബാബി നേരത്തെ കിടന്ന് ഉറങ്ങും. ഉച്ചയ്ക്ക് അങ്ങനെ ഒന്നും ഉറങ്ങിയിട്ടില്ല, കുറച്ച് നേരമല്ലേ ഹോസ്പിറ്റലിൽ വെച്ച് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉറങ്ങും. അപ്പോൾ അതൊക്കെ ആയിട്ട് വിശേഷം. എൻ്റെ കൈ കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൈമായിട്ടോ. അപ്പോൾ ഇത് ചോറുണ്ണാണ്. ഇന്ന് അടിപൊളി ഇടിയൻ ചക്ക ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഭാര്യയുടെ അമ്മ അല്ല സ്നേഹയുടെ അമ്മയല്ലേ ഒന്ന്, സ്നേഹയുടെ ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, പെങ്ങള്. അപ്പോൾ അവർ നല്ല ഫ്രഷ് ഇടിയൻ ചക്ക കിട്ടുന്നുണ്ട്. എനിക്കും അച്ഛനാണ് ഇവിടെ ഇടിയൻ ചക്ക ഫാൻസ് കേട്ടോ. നല്ല ഇടിയൻ ചക്ക തോരൻ ഇട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു നിങ്ങൾക്ക് ഇത് എന്താന്ന് അറിയുമെന്ന് അറിയില്ല, പരിപ്പ് പോലെ ഒരു സാധനം. പരിപ്പല്ല, എന്തൊരു തോരപ്പരിപ്പാണോ, ഉഴുന്ന് പരിപ്പ് ഇടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കടിക്കാൻ കിട്ടും. പക്ഷെ ചിലതിലൊക്കെ എനിക്ക് ഇടുമ്പോൾ ഇഷ്ടമില്ല. ഇതിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. സാധാരണ ചില സമയത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാറില്ല. പിന്നെ ഈ മീൻ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ മീനിൻ്റെ പേരറിയുന്നവർ എന്താണ് ഈ മീനിന്ന്. പിന്നെ നമ്മൾ ബ്രിഞ്ചാൾ മെഴുക്ക് പുരട്ടി ഉണ്ട് കേട്ടോ. പിന്നെ അച്ചാറ് ഞാൻ എടുക്കാൻ മടിയായതുകൊണ്ട് എടുത്തില്ല. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കണേ. പിന്നെ ഞാനിങ്ങനെ
ഞാൻ ഇങ്ങനെ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് എനിക്കൊരു കാര്യം ഫുഡ് കഴിക്കണ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നേ. അതായത് ചില ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ സ്വഭാവം ഭയങ്കര മൂശാട്ട സ്വഭാവമാവും. അവർ എന്താ പറയുക, ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യവും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയും. എനിക്ക് അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇഷ്ടം. എന്തുണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയണതല്ല ഏറ്റവും നല്ലതല്ലാണ്ട് പിന്നിൽ നിന്നിട്ട് കുറ്റം പറഞ്ഞ് കൊനിഷ്ട് പറഞ്ഞിട്ട് കുത്തനേക്കാട്ടും ഏറ്റവും നല്ലത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ല പറയുക. അല്ലാണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മളെ മുന്നിൽ ഭയങ്കര ചിരിച്ച് കാട്ടി എന്തിട്ടാ അടുത്തപ്പോൾ ഫുഡ് കഴിക്കണ സമയത്തോട്ട് ഈ കാര്യം ഓർമ്മ വന്നേ. അപ്പം എന്തായാലും പറയുന്നു. കുളി കഴിഞ്ഞിട്ട് വന്ന പൊണ്ണു ബാബി ആരുമല്ല ബ്ലോഗ്. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കുന്ന സമയത്ത് പൊണ്ണു ബാബിനെ കാട്ടിത്തരാ പറഞ്ഞിട്ട് പിന്നെ അവൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഇതാണ് നമ്മുടെ പൊണ്ണു ബാബി. ഉമ്മന്നേ, ഉമ്മ ഉമ്മ താടോ പൊണ്ണു. ഉമ്മ നമ്മക്ക് ഉമ്മന്നേ, ഉമ്മ ആ അമ്മ എന്താണ് ഉമ്മ തരണേ കേട്ടോ. മതി മതി, ക്യൂട്ട്നെസ് വാരിക്കോരിയത് മതി. അപ്പോൾ ഇനിയിപ്പോൾ പൊണ്ണുബാബി ഉറങ്ങണ കാട്ടിത്തരാട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.